എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി, അതായത് ഫാർമസി അല്ലെങ്കിൽ ബി ഫാം, അപ്പോൾ ഈ ഒരു ബി ഫാം കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ ജൂൺ 5-ാം തീയതി മുതൽ ജൂൺ 9-ാം തീയതി വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നടക്കുകയാണ്. അതുപോലെ ഫാർമസി പരീക്ഷയാണെങ്കിൽ ജൂൺ 10-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ, അത് 3:30 മുതൽ വൈകിട്ട് 5 മണി വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള പുതുക്കിയ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും അതുപോലെ തന്നെ ആക്സസ് കോഡും നൽകി വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പുതുക്കിയ അഡ്മിറ്റ് കാർഡ്, അതായത് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതുക്കിയ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫാർമസി കോഴ്സിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കും അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാതെ വരികയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫൈലിൽ തന്നെ ഒരു മെനു ഐറ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ് തെറ്റ് എന്നുള്ളതനുസരിച്ച് അത് പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു, അതായത് നാളെ വൈകിട്ട് 4 മണി വരെയാണ് പരിഹരിക്കുന്നതിനായിട്ടുള്ള ഡേറ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ എന്താണ്, അത് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള തെറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തപ്പോഴുള്ള തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ PDF രൂപത്തിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുൻപ് നിങ്ങൾ കോഴ്സ് ഏതെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ ഫീസ് അടച്ചതിൽ എന്തെങ്കിലും തെറ്റാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു ഫീസ് എന്തെങ്കിലും അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രമാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാളെ വൈകിട്ട് 4 മണി വരെയാണ് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ടുള്ള അവസരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ ഹാജരാകുന്ന സമയത്ത് പുതുക്കിയ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കേണ്ടതാണ്. നിങ്ങൾ നിലവിൽ പഴയ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ പുതുക്കിയ അഡ്മിറ്റ് കാർഡിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി പ്രവേശന പരീക്ഷ, അതായത് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി പരീക്ഷയുടെ സമയക്രമം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പുതിയ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക. പഴയതാണെങ്കിൽ രാവിലെ 9:30 മുതൽ 1 മണി വരെ ആയിരിക്കും. അത് അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഫാർമസി പരീക്ഷയാണെങ്കിൽ 10-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ, അതായത് എഞ്ചിനീയറിംഗും ഫാർമസിയും ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു പരീക്ഷ എങ്ങനെയാണ് ഉണ്ടാവുക, ഫാർമസിക്ക് സെപ്പറേറ്റ് പരീക്ഷ ഉണ്ടാകുമോ, എഞ്ചിനീയറിംഗിന് സെപ്പറേറ്റ് പരീക്ഷ ഉണ്ടാകുമോ, അതുപോലെ ഫാർമസി എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് പരീക്ഷ ഉണ്ടാവുക, അതുപോലെ തന്നെ ഓരോ പരീക്ഷയുടെയും എത്ര മാർക്കിലാണ് പരീക്ഷ ഉണ്ടായിരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെയായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെന്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ കൺട്രോൾ റൂം ഓപ്പൺ ഫോർ കീം എൻക്വയറീസ്, അത് കീമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിളിച്ച് ചോദിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് പരീക്ഷാ കമ്മീഷനുടെ ഓഫീസിൽ എൻക്വയറിക്കായിട്ട് കുറച്ച്, അതായത് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം കൺട്രോൾ റൂം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ടെലിഫോൺ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വിളിച്ചപാട് നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. കാരണം വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല സോങ് ആയിരിക്കും കേൾക്കുക. അപ്പോൾ നിങ്ങൾ അത് വെയിറ്റ് ചെയ്തിട്ട് അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നതുവരെ നിങ്ങൾ ആ ഒരു വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പല വിദ്യാർത്ഥികളും വിളിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു ലൈനിലായിരിക്കും, അതായത് ആ ഒരു ക്യൂവിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പാട്ട്, അതായത് ഈ ഒരു സോങ് നിങ്ങൾക്ക് മൊബൈലിൽ കേൾക്കാൻ സാധിക്കുന്നത്, അതായത് വിളിക്കുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്, ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് സോങ് കേൾക്കും, ആരും എടുക്കുന്നില്ല എന്നുള്ളത്. അത് നിങ്ങളുടെ കോൾ ആ ഒരു ക്യൂവിലായിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംശയങ്ങളിലേക്ക് വരാം. അതായത് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോ പരീക്ഷയുടെയും മാർക്ക് എത്ര മാർക്കിലാണ് വരിക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷ നടത്തുന്നത്, അതായത് ഈ ഒരു മാത്സും അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് എഞ്ചിനീയറിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ ഫാർമസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫാർമസി എന്ന് പറഞ്ഞാൽ ബി ഫാം എന്ന് പറഞ്ഞാലും ഫാർമസിയാണ്, അത് ബാച്ചലർ ഓഫ് ഫാർമസിയാണ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ബി ഫാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക, അത് ബാച്ചലർ ഓഫ് ഫാർമസി, അതിൻ്റെ ചുരുക്കമാണ് ബി ഫാം. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഏതെങ്കിലും സെൻറ്ററിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കറക്റ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 10-ാം തീയതി 3:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഏതെങ്കിലും സെൻറ്റേഴ്സിൽ എക്സാം ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസിയും എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എക്സാം ഉണ്ടാവുക. അത് എഞ്ചിനീയറിംഗ് പരീക്ഷയോടൊപ്പമാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു എഞ്ചിനീയറിംഗും ഫാർമസിയും രണ്ടും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡും സെപ്പറേറ്റ് 2 എണ്ണത്തിന് വേണ്ടിയിട്ട് 2 എക്സാം ഉണ്ടാകുമോ എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഒരു എക്സാം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. ആ ഒരു സംശയത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് വരാം.
അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ എന്ന് പറയുമ്പോൾ ആ ഒരു പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഓരോ പേപ്പറിനും എത്ര മാർക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതായത് ഫിസിക്സിൻ്റേത് 45 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, അതുപോലെ തന്നെ കെമിസ്ട്രിയുടേത് 30 ക്വസ്റ്റ്യനും, അതുപോലെ മാത്സിൻ്റേത് 75 ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു രീതിയിലാണ് എഞ്ചിനീയറിംഗ് പരീക്ഷ വരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ, അതായത് ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയുടേത് 30 ക്വസ്റ്റ്യൻ, മാത്സിൻ്റേത് 75 ക്വസ്റ്റ്യൻ, ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിയാക്കുകയാണെങ്കിൽ 4 മാർക്കാണ് കിട്ടുക. ഒരു തെറ്റുത്തരത്തിന് -1 മാർക്ക് ആകെ ലഭിച്ച മാർക്കിൽ നിന്നും കുറക്കും. അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഒരു ഉത്തരം തെറ്റിപ്പോയി, അങ്ങനെയെങ്കിൽ അത് നെഗറ്റീവ് മാർക്കാണ് വരിക. അതുപോലെ ശരി ഉത്തരത്തിനാണെങ്കിൽ 4 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഓരോ ശരി ഉത്തരത്തിനും 4 വീതം മാർക്ക് ലഭിക്കും. അപ്പോൾ 150 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുൾ ആൻസർ കറക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്ക് വെച്ച് ടോട്ടൽ 600 മാർക്കിലാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ വരുന്നത്. അതായത് 600 മാർക്കിലാണ് എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ 600-ലാണ് ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടാകും, അപ്പോൾ ഫാർമസിക്ക് സെപ്പറേറ്റ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത്. ഫാർമസിക്ക് സെപ്പറേറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയപ്പോൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നീ പരീക്ഷകൾ കൂടി എഴുതിയിട്ടുണ്ട്. അതായത് അതായത് 2 സെഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആദ്യ സെഷനിൽ, അതായത് സെഷൻ എന്ന് പറഞ്ഞാൽ 2 ഭാഗമായിട്ട് എക്സാം ഉണ്ടാവുക എന്നല്ല, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 സെഷൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും. ആദ്യ സെഷനിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ആ ഒരു സെഷനിൽ മാത്സ് ഉണ്ടാവും. അതായത് ഈ ഒരു പരീക്ഷ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നു എന്നല്ല, ഒരു ക്വസ്റ്റ്യനിൽ, അതായത് നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ആദ്യ സെഷനിൽ ചെറിയ മാർക്കിൻ്റേത്, പിന്നെ രണ്ടാമത്തെ സെഷനിൽ മറ്റൊരു, അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ ഒരു സെയിം എക്സാമിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനെ ജസ്റ്റ് സെഷനായിട്ട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫിസിക്സിന് ലഭിക്കുന്ന മാർക്കും, കെമിസ്ട്രിക്ക് ലഭിക്കുന്ന മാർക്കും, മാത്സിന് ലഭിക്കുന്ന മാർക്കും കമ്പ്യൂട്ടർ സിസ്റ്റം കറക്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ലഭിക്കുന്ന മാർക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഫാർമസി കോഴ്സിലേക്കുള്ള അഡ്മിഷനായിട്ട് പരിഗണിക്കും. ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 3 സബ്ജക്റ്റിൻ്റെയും കൂട്ടി ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു ടോട്ടലിനെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എഞ്ചിനീയറിംഗും ഫാർമസിയും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു പരീക്ഷ വരുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ഫാർമസിക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ എഞ്ചിനീയറിംഗ് കൂടി സെലക്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ ലഭിക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്കിനെ ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് മാറ്റും. ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ലഭിക്കുന്ന ടോട്ടൽ മാർക്കിനെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് മാറ്റുകയാണ് ചെയ്യുക. ഇനി ഈ ഒരു ഫാർമസി വിദ്യാർത്ഥികൾ, അതായത് ഫാർമസി ഓൺലി സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും, ഫാർമസി, മെഡിക്കൽ അലൈഡും ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസിയിൽ നിന്ന് ഫാർമസി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും, അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കൂടി ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഓപ്ഷനിൽ ഫാർമസി ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ഫാർമസി ഉണ്ടെങ്കിൽ ഫാർമസിയുടെ പരീക്ഷയ്ക്ക്, ഫാർമസി പരീക്ഷ നടത്തുന്നത് ഈ ഒരു ജൂൺ 10-ാം തീയതി വൈകിട്ട് 3:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫാർമസിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വരിക. ഈ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 45 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയുടെ 30 ക്വസ്റ്റ്യൻ, ടോട്ടൽ 75 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പോൾ 75 ക്വസ്റ്റ്യൻ 90 മിനിറ്റാണ് എക്സാമിനേഷൻ ഉണ്ടാവുക, അതായത് 1.5 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 75 ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരി ഉത്തരത്തിന് 4 മാർക്കും, തെറ്റ് ഉത്തരത്തിന് ടോട്ടലിൽ നിന്നും -1 മാർക്കും കുറക്കും. ഓരോ ക്വസ്റ്റ്യൻ തെറ്റിയാൽ ഓരോ നെഗറ്റീവ് മാർക്ക് വെച്ച് പോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു ഫാർമസി പരീക്ഷ 300-ലാണ് ഉണ്ടാവുക. അതായത് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് ശരി ഉത്തരത്തിന്, അതുപോലെ ടോട്ടൽ ക്വസ്റ്റ്യൻ 75 × 4 300 മാർക്ക്. അപ്പോൾ 300 മാർക്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഫാർമസി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഫാർമസി എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 10-ന് ഉച്ചയ്ക്ക് 3:30 മുതൽ ഈ ഒരു 5 മണി വരെയാണ് പരീക്ഷ ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് പരീക്ഷയാണെങ്കിൽ 3 മണിക്കൂറാണ്, അതായത് 180 മിനിറ്റാണ് എക്സാമിനേഷൻ. അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി പരീക്ഷയാണെങ്കിൽ 1.5 മണിക്കൂറാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു എക്സാം എങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ എലിജിബിലിറ്റി ആവുന്നതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിനിമം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് നിബന്ധന. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ, അതായത് എഞ്ചിനീയറിംഗിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 600-ലാണെന്ന് നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു 600-നെ പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് 300-ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 300-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 300-ൽ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്ക് മിനിമം നേടിയിരിക്കണം. അതുപോലെ തന്നെ ഫാർമസിയുടേതും ഇതേ രീതിയിൽ തന്നെ നോർമലൈസ് ചെയ്ത് അതിൽ ആ ഒരു 300-ൽ നിങ്ങൾക്ക് 10 മാർക്ക് നേടിയിരിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ, അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയുടേതാണെങ്കിൽ ഈ ഒരു നോർമലൈസ് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്നും ആ ഒരു 600-നെ 300-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 മാർക്ക് കിട്ടണം. അതായത് 10 എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഏകദേശം ഒരു 20 മാർക്കെങ്കിലും മിനിമം നേടിയിരിക്കണം. അങ്ങനെയെങ്കിലാണ് ഈ ഒരു 10 മാർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നോർമലൈസ് ചെയ്യുമ്പോൾ നേരെ പകുതിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിക്കേണ്ടി വരും. ഇനി ഈ ഒരു ഫാർമസിയുടേതാണെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു, അതായത് കീമിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫാർമസിയുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ഇതും 300-ൽ നിങ്ങൾക്ക് ആ ഒരു, അതായത് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് അതിനെ നോർമലൈസ് ചെയ്യുകയും ആ ഒരു നോർമലൈസ് ചെയ്ത മാർക്കിൽ നിങ്ങൾക്ക് 300-ൽ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് 10 മാർക്ക് പ്രത്യേക ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആ ഒരു 300-നെ
ആ ഒരു 300 നോർമലൈസ് ചെയ്ത 300ലേക്ക് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് 10 മാർക്ക് മിനിമം കിട്ടണം. 10 മാർക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഡബിൾ നിങ്ങൾ എക്സാമിന് വാങ്ങിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ഒരു 10 മാർക്ക് കിട്ടിയ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ മാർക്ക് വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ അതുപോലെ നല്ലൊരു കോളേജിലോ ഒക്കെ അലോട്ട്മെൻറ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 മാർക്ക് എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാക്കി വെക്കരുത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു 600 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ മിനിമം ഒരു 500 ഒരു 550 ആ ഒരു രീതിയിൽ വാങ്ങിക്കുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി പരീക്ഷ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവരും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതായത് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു CBT എക്സാമിനേഷൻ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു മോഡൽ അതായത് ട്രയൽ ടെസ്റ്റ് ഇതിന് മുൻപായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല വിദ്യാർത്ഥികളും ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു എക്സാം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതുവരെ ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അതായത് നിങ്ങൾ ഹാജരാവേണ്ട ടൈം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങളുടെ ഈ ഒരു അതായത് സർക്കുലറിൽ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സാം ഉള്ള വിദ്യാർത്ഥികൾ രാവിലെ 11:30 എക്സാം സെൻറ്ററിൽ ഹാജരാവണം. അതായത് 11:30 എക്സാം സെൻറ്ററിൽ ഹാജരായിരിക്കണം. അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ 3:30 മുതലാണ് ആരംഭിക്കുന്നതെങ്കിലും വിദ്യാർത്ഥികൾ 1 മണിക്ക് തന്നെ വിദ്യാർത്ഥികൾ എക്സാം സെൻറ്ററിൽ ഹാജരായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ 11:30 തന്നെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫാർമസി അതായത് ഈ ഒരു ജൂൺ 10 നടക്കുന്ന പരീക്ഷയായിട്ടുള്ള ഫാർമസി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ എക്സാം സെൻറ്ററിൽ ഹാജരാവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ ആരംഭിക്കുന്നതിന് ഏകദേശം 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നടത്തും. അതായത് 15 മിനിറ്റാണ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റാണ് ഈ ഒരു എക്സാമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ഒരു ടൈമർ വെച്ചിട്ടാണ് എക്സാം ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ടൈമർ എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിലാണ് സോഫ്റ്റ്വെയറിലുള്ള ടൈമറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 15 മിനിറ്റാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു രീതിയിൽ പിന്നിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും ആ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ ഒരു 0 ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 15 പിന്നീട് 14 ഈ ഒരു രീതിയിൽ പോയിട്ട് അവസാനം 0 എത്തുന്ന രീതിയിലായിരിക്കും ആ ഒരു എക്സാമിൻ്റെ ആ ഒരു രീതി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം അവസാനിക്കുന്നതുവരെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകേണ്ടതായിട്ടുണ്ട്. എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ പതിച്ചിട്ടുള്ള അതായത് ആധാർ കാർഡ് ആയാലും മതി. നിങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിരിക്കും. അതായത് ഒറിജിനൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ പതിച്ച പാൻ കാർഡ്, അതുപോലെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ തന്നെ ഫോട്ടോ പതിച്ച +2 ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ആധാർ കാർഡ്, അതുപോലെ ഫോട്ടോ ഉള്ള പാൻ കാർഡ്, അതുപോലെ ഫോട്ടോ ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഏതൊരു ഒറിജിനൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് അതായത് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണഗതി നിങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിലുള്ള ഡോക്യുമെൻ്റാണ് ഈ ഒരു ഫോട്ടോ പതിച്ചിട്ടുള്ള ഒറിജിനൽ ആധാർ കാർഡ്. അപ്പോൾ ആ ഒരു ഒറിജിനൽ ആധാർ കാർഡ് എടുത്താൽ മതി. അപ്പോൾ ഒറിജിനൽ എന്ന് പറയാൻ കാരണം ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഒറിജിനൽ എന്ന് എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള ആധാർ കാർഡ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അതായത് പുതിയ അഡ്മിറ്റ് കാർഡ് അതായത് പുതുക്കിയ സമയമുള്ള പുതിയ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾ എക്സാം ഹാളിൽ അതായത് എക്സാമിന് പോകുമ്പോൾ എടുക്കണം. പുതുക്കിയ അഡ്മിറ്റ് കാർഡ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഹാളിൽ പ്രവേശിപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒറിജിനൽ ഫോട്ടോ പതിച്ച ID കാർഡും നിങ്ങൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പേന കൂടി കയ്യിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡും അതായത് പുതുക്കിയ ഡേറ്റ് വന്നിട്ടുള്ള പുതിയ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ID കാർഡും അതുപോലെ തന്നെ ഒരു പേന പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല, കാരണം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ID കാർഡും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ABCD ഈ ഒരു രീതിയിൽ 5 ഓപ്ഷൻസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയും അതായത് ഈ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ABCD എന്ന രീതിയിൽ പറയുന്നത്. അതായത് ABCD അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും അതായത് ഓരോ ആൻസറിനും അനുസരിച്ച് കറസ്പോണ്ടിങ് ബബിൾ ചെയ്യാനുള്ള ആ ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ ബബിൾ ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജസ്റ്റ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ റേഡിയോ ബട്ടൺ എന്ന് കേട്ടിരുന്നാൽ റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സെലക്ട് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻ പോയി ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് റേഡിയോ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതേ രീതിയിലാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ കരുതി ഈ ഒരു C ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ C ആണെന്ന് കരുതി ആ ഒരു C എടുത്ത് പോയിട്ട് സെലക്ട് ചെയ്തു, അതാണ് ആൻസർ എന്ന് കരുതിയിട്ട് അത് സെലക്ട് ചെയ്തു. പിന്നീട് നിങ്ങൾ വീണ്ടും അത് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ C അല്ല A ആണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് A എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെലക്ഷൻ ഇവിടെ നിങ്ങൾക്ക് പോയതായിട്ട് കാണാൻ പറ്റും. ഇതേ രീതിയിലാണ് ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അതായത് ആൻസർ ചെയ്യേണ്ടി വരിക. അതായത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ചോയ്സ് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു തെറ്റായിട്ടുള്ള ചോയ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ആൻസറിൻ്റെ അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ സെലക്ട് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾക്ക് തെറ്റായതാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു തെറ്റായിട്ടുള്ളത് മാറ്റി ആ ഒരു ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ചോയ്സ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം സി ആണെന്ന് കരുതി അത് സെലക്ട് ചെയ്തു, പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു, അതായത് നിങ്ങൾ തെറ്റായി സെലക്ട് ചെയ്തിട്ടുള്ള അവിടുത്തെ ആ ഒരു സെലക്ഷൻ പോവുകയും പിന്നീട് എ എന്ന, അതായത് നിങ്ങൾ കറക്റ്റാണെന്ന് മനസ്സിലാക്കിയുള്ള ആ ഒരു ആൻസറിൻ്റെ ഓപ്ഷൻ സെലക്ട് ആവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് എക്സാം ഉണ്ടാവുക. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്ത് ആ ഒരു കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് 1 മാർക്കും ശരി ഉത്തരത്തിന് 4 മാർക്കും ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് പരീക്ഷയാണെങ്കിൽ അത് ഈ ഒരു 150 മിനിറ്റ്, അതായത് 3 മണിക്കൂറാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ 150 ക്വസ്റ്റിനും അതുപോലെ തന്നെ ടോട്ടൽ 600 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുപോലെ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ നിങ്ങൾ എഞ്ചിനീയറിംഗിലെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ പേപ്പറിൽ ലഭിച്ച മാർക്കിനെയാണ് ഫാർമസി എക്സാമിൻ്റെ, അത് ഫാർമസിയുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഫാർമസിയും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫാർമസിക്കായിട്ട് സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. അത് അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. എഞ്ചിനീയറിംഗ് ഫാർമസിയും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 5 മുതൽ 9 തീയതി വരെ നടക്കുന്ന ആ ഒരു പരീക്ഷ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റും തയ്യാറാക്കുന്നത്. അതുപോലെ ഫാർമസി ഓൺലി സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ജൂൺ 10 തീയതിയാണ്. ജൂൺ 10 തീയതി വൈകിട്ട് 3:30 മുതൽ ഈ ഒരു വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഫിസിക്സിൻ്റെ 45, അതുപോലെ കെമിസ്ട്രിയുടേത് 30, ടോട്ടൽ 75 ക്വസ്റ്റ്യൻ, ടോട്ടൽ 300 മാർക്കിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യുക. അല്ലാതെ നോർമലൈസ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ, അതായത് നോർമലൈസ് ചെയ്ത മാർക്കിൽ നിന്നും എഞ്ചിനീയറിംഗ് ക്വാളിഫൈ ചെയ്യുന്നതിന് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ആകെ 10 മാർക്കോ അല്ലെങ്കിൽ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റിലേക്കായിട്ട് ആകെ 10 മാർക്കോ വാങ്ങിക്കുന്നത് ആ ഒരു ലക്ഷ്യം വെക്കാതെ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് പഠിക്കുക. കാരണം നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. പക്ഷേ അതിലും നല്ലത് കൂടുതൽ മാർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ചോയ്സ് തെറ്റിപ്പോയി, അതായത് ആൻസർ തെറ്റുകയാണ്, സെലക്ട് ചെയ്ത് തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ ശരിയാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈമർ രീതിയിലായിരിക്കും നിങ്ങൾക്ക്, അതായത് ബാക്കിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ടൈം ഉണ്ടാവുക. അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 3 മണിക്കൂറിലേക്ക് അത് പിന്നോട്ടേക്ക് ആ ഒരു ടൈം പോവുകയും അതുപോലെ കറക്റ്റ് ടൈമിനകം നിങ്ങൾ കൺഫർമേഷൻ ചെയ്യുക, അതായത് ഒരു ഫുൾ ആൻസർ അതായത് സെലക്ട് ചെയ്ത് അത് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടി വരിക. അതായത് ഈ ഒരു 3 മണിക്കൂറിൽ നിന്നും നിങ്ങൾക്ക് സാധാരണ ടൈമർ വെക്കുന്ന കാര്യം അറിയാൻ സാധിക്കും. ഈ ഒരു 3 മണിക്കൂറിൽ നിന്നും പിന്നോട്ട് പോയിട്ട്, അതായത് 2 മണിക്കൂർ 59 മിനിറ്റ് ഈ ഒരു രീതിയിൽ 58 ഈ ഒരു രീതിയിൽ പിറകോട്ട് പോയിട്ട് അങ്ങനെ അവസാനം 0-ൽ എത്തുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ആ ഒരു എക്സാം അവസാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എക്സാം ഹാളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു എങ്ങനെ ആൻസർ സെലക്ട് ചെയ്യണം എന്നുള്ള സംബന്ധിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിലെ ഇൻവിജിലേറ്റർമാരോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് 15 മിനിറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക്, അതായത് ഇതുവരെ ആ ഒരു ട്രയൽ ടെസ്റ്റ് എഴുതാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ആ ഒരു എക്സാം എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നോർമലൈസ് ചെയ്ത മാർക്കിൽ നിന്നും വെറുതെ ഒരു 10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പോവാതെ കൂടുതൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. കാരണം കൂടുതൽ മാർക്ക് ലഭിച്ചാലാണ് നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത. കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു അഡ്മിഷനൊക്കെ ചിലപ്പോൾ അവസാന ഘട്ടത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയും അതുപോലെ പരീക്ഷ ഹാളിൽ ടെൻഷൻ ഇല്ലാതെ പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പോകുന്ന സമയത്ത് പുതുക്കിയ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ, അതായത് ID കാർഡും എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.